നമസ്കാരം. യോഗ അപ്രീസിയേഷൻ പ്രോഗ്രാമിന്റെ 2ാം ദിവസത്തിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദമായ സ്വാഗതം. വരൂ, പ്രാർത്ഥനയോടെ നമുക്കീ യോഗാഭ്യാസം ആരംഭിക്കാം. ഏതെങ്കിലുമൊരു സ്വസ്ഥവും ധ്യാനാത്മകവുമായ ആസനത്തിൽ ഇരിക്കുക. പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കുക. കൈകൾ രണ്ടും കൂപ്പുക. എല്ലാവരും ഒരേ സ്വരത്തിൽ ഓം ഉച്ചാരണം നടത്താം. ഒപ്പം പ്രാർത്ഥന ആരംഭിക്കാം. കൈകൾ രണ്ടും കണ്ണുകൾക്ക് മുകളിൽ വയ്ക്കുക. പതുക്കെ കൈകൾ മാറ്റുക. കണ്ണുകൾ തുറക്കുക. ഇന്നത്തെ യോഗ സെക്ഷനിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഇനി ചലനക്രിയകളുടെ അഭ്യാസത്തിനായി ദയവായി നിങ്ങളുടെ സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കുക. കഴുത്തുകളുടെ വ്യായാമത്തോടെ നമുക്കിത് ആരംഭിക്കാം. കഴുത്ത് മുന്നോട്ടും പിന്നോട്ടും വളയ്ക്കുന്ന അഭ്യാസം. ശ്രദ്ധിക്കുക, കഴുത്തുവേദനയുള്ളവർ ഈ അഭ്യാസം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കാലുകൾ തമ്മിൽ 2 ഇഞ്ച് അകലം പാലിക്കുക. നിങ്ങളുടെ കൈകൾ രണ്ടും ഇടുപ്പിന്മേൽ വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് മുന്നോട്ട് കുനിക്കുക. കഴുത്തിന് പിന്നിൽ വലിവ് തോന്നിയേക്കാം. ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് പിന്നോട്ട് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് പിന്നോട്ട് വളയ്ക്കുക. കഴുത്തിന് മുൻഭാഗത്ത് നിങ്ങൾക്ക് വലിവ് തോന്നിയേക്കാം. ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് മുന്നോട്ട് കൊണ്ടുവരിക. ഒരിക്കൽ കൂടി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് പതുക്കെ മുന്നിലേക്ക് വളയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് നേരെ വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് പിന്നിലേക്ക് വളയ്ക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ശിരസ് വലത്തേക്കും ഇടത്തേക്കും ചെരിക്കുന്ന അഭ്യാസം. ശ്വാസമെടുക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് വലത്തേക്ക് ചെരിക്കുക. ഇടത്തെ ചെവി ഇടത്തെ തോളിനടുത്തേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് നേരെയാക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് ഇടത്തേക്ക് ചെരിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് തിരിച്ചുകൊണ്ടുവരിക. ഒരിക്കൽ കൂടി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് വലത്തേക്ക് ചെരിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് തിരികെ കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ശിരസ് സാധാരണഗതിയിലേക്ക് തിരികെ കൊണ്ടുവരിക. കഴുത്ത് ഇടത്തേക്കും വലത്തേക്കും തിരിക്കുന്ന വ്യായാമം. ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് വലത്തേക്ക് തിരിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് തിരിച്ചുകൊണ്ടുവരിക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് ഇടത്തേക്ക് തിരിക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് തിരിച്ചുകൊണ്ടുവരിക. ഒരിക്കൽ കൂടി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് വലത്തേക്ക് തിരിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് തിരികെ കൊണ്ടുവരിക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് ഇടത്തേക്ക് തിരിക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. കഴുത്ത് കറക്കുന്ന വ്യായാമം ഇനി ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് താഴേക്ക് കുനിക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് ഘടികാരദിശയിൽ
കറക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് മുന്നോട്ട് കൊണ്ടുവരിക. ഒരിക്കൽ കൂടി ഈ വ്യായാമം ആവർത്തിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പിന്നിലേക്ക്. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നിലേക്ക്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ശിരസ് വിപരീത ദിശയിൽ പിന്നിലേക്ക് കൊണ്ടുപോകുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് മുന്നിലേക്ക് തിരികെ കൊണ്ടുവരിക. ഒരിക്കൽ കൂടി ഈ വ്യായാമം ആവർത്തിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പിന്നിലേക്ക്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് ശിരസ് സാധാരണഗതിയിലേക്ക് കൊണ്ടുവരിക. കൈകൾ വീണ്ടും അതിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. കണ്ണുകൾ അടയ്ക്കുക. ഇനി നിങ്ങൾക്ക് വിശ്രമിക്കാം. കണ്ണുകൾ പതുക്കെ തുറക്കുക. അടുത്ത വ്യായാമം തോളിന്റെ സഞ്ചാലനമാണ്. ശ്രദ്ധിക്കുക, തോളിന് വേദനയുള്ളവർ ഈ വ്യായാമം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധയോടെ ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും വശങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്തുക. കൈകൾ പുറം വശത്തേക്ക് തിരിഞ്ഞിരിക്കണം. ഇനി ശ്വാസം പുറത്തേക്കെടുത്തുകൊണ്ട് കൈകൾ തിരികെ കൊണ്ടുവരിക. ഒരിക്കൽ കൂടി ശ്വാസമെടുക്കുക. കൈകൾ പതുക്കെ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. സ്കന്ദചക്ര വ്യായാമം. ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും നിങ്ങളുടെ തോളുകളുടെ ഉയരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. കൈകൾ തിരിക്കുക. നിങ്ങളുടെ വിരലുകൾ നിങ്ങളുടെ തോളുകളിൽ വയ്ക്കുക. ഇനി 2 കൈമുട്ടുകളും മുന്നിൽ നിന്ന് പിന്നിലേക്ക് കറക്കുക. ശ്വാസമെടുത്തുകൊണ്ട് കൈമുട്ടുകൾ മുകളിലേക്ക് ഉയർത്തുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈമുട്ടുകൾ തിരികെ കൊണ്ടുവരിക. ഈ വ്യായാമം ഒരിക്കൽ കൂടി ആവർത്തിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് മുകളിലേക്ക്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക്. ഇനി വിപരീത ദിശയിലും ഈ വ്യായാമം 2 പ്രാവശ്യം ചെയ്യുക. ശ്വാസമെടുത്തുകൊണ്ട് മുകളിലേക്ക്. പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക്. ശ്വാസമെടുത്ത് മുകളിലേക്ക്. ഇനി ശ്വാസമെടുത്തുകൊണ്ട് 2 കൈമുട്ടുകളും വശങ്ങളിലേക്ക് തിരിക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. കണ്ണുകൾ അടയ്ക്കുക. ഈ വ്യായാമത്തിന്റെ പ്രഭാവം നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിച്ചറിയുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. അടുത്ത വ്യായാമം കട്ടിച്ചാലൻ ആണ്. ശ്രദ്ധിക്കുക, നടുവേദനയുള്ളവർ ഈ വ്യായാമം ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. നടുവ് മുന്നിലേക്കും പിന്നിലേക്കും വളയ്ക്കുക. പതുക്കെ 2 കാലുകൾക്കിടയിലും 2 അടി ദൂരം പാലിക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും മുന്നിലൂടെ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പിന്നിലേക്ക് വളയുക. ശ്വാസമെടുത്തുകൊണ്ട് മധ്യഭാഗത്തേക്ക് തിരികെ കൊണ്ടുവരിക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നടുവ് മുന്നിലേക്ക് പൂർണ്ണമായും വളയ്ക്കുക. ഇനി 2 കൈപ്പത്തികളും കാൽപാദങ്ങളുടെ നടുവിൽ വയ്ക്കാൻ ശ്രമിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് തിരികെ വരിക. ഈ വ്യായാമം 1 തവണ കൂടി ആവർത്തിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പിന്നിലേക്ക് വളയുക. ശ്വാസമെടുത്തുകൊണ്ട് മധ്യഭാഗത്തേക്ക് തിരികെ വരിക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നടുവ് മുന്നിലേക്ക് വളയ്ക്കുക. കൈകൾ പാദങ്ങൾക്ക് നടുവിൽ വയ്ക്കാൻ ശ്രമിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് തിരികെ വരിക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പതുക്കെ കൈകൾ താഴേക്ക് കൊണ്ടുവരിക. പതുക്കെ കാലുകൾ തമ്മിൽ ചേർക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഈ വ്യായാമത്തിന്റെ പ്രഭാവം നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിച്ചറിയുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. ഇനി കട്ടിച്ചാലൻ ക്രിയയുടെ 2ാമത്തെ വ്യായാമം ചെയ്യാം. നിങ്ങളുടെ കാലുകൾ തമ്മിൽ തോളുകളുടെ അതേ ദൂരം പാലിച്ചുകൊണ്ട് നിൽക്കുക. നിങ്ങളുടെ കൈകൾ മുന്നിലൂടെ
തോളുവരെ ഉയർത്തുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നടുവ് വലത്തേക്ക് തിരിക്കുക. വലതു കൈ നേരെ വയ്ക്കുക. ഇടതു കൈമുട്ട് വളയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തിരികെ വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നടുവ് ഇടത്തേക്ക് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത്തേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് തിരികെ. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത്തേക്ക്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നേരെ. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ തിരികെ കൊണ്ടുവരിക. നിങ്ങളുടെ കാൽപാദങ്ങൾ ചേർത്ത് വയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് ഈ വ്യായാമത്തിന്റെ പ്രഭാവം അനുഭവിച്ചറിയുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. അടുത്ത വ്യായാമം മുട്ടിന്റെ ചലനക്രിയയുടെ അഭ്യാസം. മുട്ടിന് വേദനയുള്ളവർ ദയവായി ഈ അഭ്യാസം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധയോടെ ചെയ്യാൻ ശ്രമിക്കുക. കാലുകൾ തമ്മിൽ തോളുകൾ തമ്മിലുള്ള ദൂരം. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുന്നിലൂടെ തോളുകളുടെ ഉയരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ മുട്ടുകൾ മടക്കി ഇരിക്കാൻ ശ്രമിക്കുന്നതുപോലെ ചെയ്യുക. അന്തിമാവസ്ഥയിൽ നിങ്ങളുടെ തുടകൾ ഭൂമിക്ക് സമാന്തരമായിരിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് തിരികെ വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഈ വ്യായാമം വീണ്ടും ആവർത്തിക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് തിരികെ. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ നേരെയാക്കുക. കണ്ണുകൾ അടയ്ക്കുക. വിശ്രമിക്കുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. ഇനി നമ്മൾ യോഗാസനങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ അഭ്യാസം താടാസൻ. ശ്രദ്ധിക്കുക, മുട്ടിന് വേദനയുള്ളവർ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ പറ്റാത്തവർ ഉപ്പൂറ്റി ഉയർത്താതിരിക്കുക. വലത്തേക്ക് തിരിയുക. കാലുകൾ തമ്മിൽ 2 ഇഞ്ച് അകലം പാലിക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ തോളിന് സമമായി കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി 2 കൈവിരലുകളും തമ്മിൽ കോർത്തുകൊണ്ട് കൈ പുറത്തേക്ക് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. നിങ്ങളുടെ ശരീരം ബാലൻസ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഉപ്പൂറ്റികൾ ഉയർത്തിക്കൊണ്ട് കാൽവിരലുകളിൽ ശരീരം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. സാധാരണഗതിയിൽ ശ്വാസം എടുത്തുകൊണ്ട് ആസനത്തിൽ തുടരുക. ഉപ്പൂറ്റി താഴേക്കമർത്തുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകളും സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. ഇനി വിശ്രമിക്കുക. താടാസൻ ശരീരത്തിൽ സന്തുലിതാവസ്ഥയും ദൃഢതയും പ്രദാനം ചെയ്യുന്നു. അടുത്ത വ്യായാമം അർദ്ധചക്രാസനമാണ്. നിങ്ങളുടെ കാലുകൾ തമ്മിൽ 2 ഇഞ്ച് അകലം പാലിക്കുക. കൈകൾ രണ്ടും ഇടുപ്പിന്മേൽ വയ്ക്കുക. നിങ്ങളുടെ 2 കൈമുട്ടുകളും സമാന്തരമായി വയ്ക്കുക. നിങ്ങളുടെ തോൾ പിന്നിലേക്കാക്കി വയ്ക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ശിരസ്സും നടുവും പിന്നിലേക്ക് വളയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി സാധാരണഗതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ട് ഈ ആസനത്തിൽ തുടരാൻ ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ശിരസ് തിരിച്ചുകൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ സാധാരണ സ്ഥിതിയിലേക്ക് താഴേക്കിടുക. ഒരിക്കൽ കൂടി ഈ വ്യായാമം ആവർത്തിക്കുക. കൈകൾ വീണ്ടും ഇടുപ്പിന്മേൽ വയ്ക്കുക. കൈകൾ രണ്ടും സമാന്തരമായി വയ്ക്കുക. തോൾ പിന്നിലേക്ക് വലിക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ശിരസ്സും നടുവും പിന്നിലേക്ക് വളയ്ക്കുക. സാധാരണ ശ്വാസഗതിയോടെ ആസനത്തിൽ തുടരുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ ശിരസ് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക.
ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. വിശ്രമിക്കുക. ഈ ആസനം ശ്വസനക്ഷമത വർദ്ധിപ്പിക്കുന്നു. അതുപോലെ നടുവേദനയ്ക്കും ഈ വ്യായാമം മികച്ചതാണ്. പതുക്കെ കണ്ണുകൾ തുറക്കുക. ഇനി നമ്മൾ ഇരുന്നുകൊണ്ട് ചില ആസനങ്ങൾ ചെയ്യാൻ പോവുകയാണ്. പതുക്കെ ഇരിക്കുക. കാലുകൾ മടക്കി ഉപ്പൂറ്റിയിന്മേൽ ഇരിക്കുക. ശ്രദ്ധിക്കുക, 2 കാലുകളുടെയും തള്ളവിരലുകൾ മുട്ടിയിരിക്കണം. നിങ്ങളുടെ കൈകൾ മുട്ടുകളിന്മേൽ വയ്ക്കുക. നടുവും കഴുത്തും നേരെയാക്കുക. ഇനി സാധാരണ ശ്വാസോച്ഛ്വാസത്തോടുകൂടി വജ്രാസനത്തിൽ ഇരിക്കുക. വജ്രാസനത്തിൽ നിന്ന് ഇനി നമ്മൾ അർദ്ധ ഉഷ്ട്രാസനത്തിലേക്ക് പോവുകയാണ്. ഇതിനായി നിങ്ങളുടെ മുട്ടിന്മേൽ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളുടെ കൈകൾ ഇടുപ്പിന്മേൽ വയ്ക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് കഴുത്തും നടുവും പിന്നിലേക്ക് വളയ്ക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടുകൂടി ആസനത്തിൽ തുടരുവാൻ ശ്രമിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് വീണ്ടും വജ്രാസനത്തിലേക്ക് തിരികെ വരിക. വിശ്രമിക്കുക. ഈ ആസനം നടുവുവേദന ശരിയാക്കാൻ വളരെ ഉപകാരപ്രദമാണ്. ഒരിക്കൽ കൂടി ഈ വ്യായാമം ആവർത്തിക്കുക. കണ്ണുകൾ തുറക്കുക. നിങ്ങളുടെ മുട്ടിന്മേൽ എഴുന്നേറ്റ് നിൽക്കുക. കൈകൾ ഇടുപ്പിന്മേൽ വയ്ക്കുക. കൈവിരലുകളുടെ ദിശ താഴേക്കായിരിക്കണം. ഇനി ശ്വാസം എടുത്തുകൊണ്ട് നടുവും കഴുത്തും പിന്നിലേക്ക് വളയ്ക്കുക. സാധാരണഗതിയിലുള്ള ശ്വാസോച്ഛ്വാസത്തോടെ ആസനത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് വീണ്ടും വജ്രാസനത്തിലേക്ക് തിരികെ വരിക. എന്നിട്ട് വിശ്രമിക്കുക. മുട്ടുവേദനയുള്ളവർ ഈ വ്യായാമം ചെയ്യരുത്. അടുത്ത വ്യായാമം ശശാങ്കാസൻ. പതുക്കെ കണ്ണുകൾ തുറക്കുക. 2 കാൽമുട്ടുകളുടെയും ഇടയിൽ കുറച്ച് ഇഞ്ചുകളുടെ ദൂരം പാലിക്കുക. 2 കൈകളും മുട്ടുകളുടെ ഇടയിൽ വയ്ക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് നിതംബം ഉയർത്താതെ ശരീരം മുന്നോട്ട് വളയ്ക്കുക. വളരെ പതുക്കെ. നിങ്ങളുടെ നെഞ്ചും താടിയും തറയിൽ തൊട്ടിരിക്കണം. ഇനി സാധാരണഗതിയിലുള്ള ശ്വാസോച്ഛ്വാസത്തോടെ ഈ ആസനത്തിൽ തുടർന്നുകൊള്ളുക. ഈ ആസനം ടെൻഷനും പേടിയും ദൂരെ അകറ്റുന്നു. ശ്വാസം എടുത്തുകൊണ്ട് വജ്രാസനത്തിലേക്ക് തിരികെ വരിക. കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് വിശ്രമിക്കുക. പതുക്കെ കമിഴ്ന്ന് കിടന്നുകൊണ്ട് ചെയ്യാവുന്ന ആസനങ്ങളിലേക്ക് പോകാം. കണ്ണുകൾ തുറക്കുക. ഇനി കമിഴ്ന്ന് കിടക്കുക. മകരാസനം അഭ്യസിക്കാം. നിങ്ങളുടെ 2 കാലുകളും തമ്മിൽ കുറച്ച് ഇഞ്ചുകളുടെ ദൂരം പാലിക്കുക. ഉപ്പൂറ്റി ഉള്ളിലേക്കും കാൽപാദങ്ങൾ പുറത്തേക്കും. 2 കൈമുട്ടുകളും മടക്കി ഒരു കൈപ്പത്തിയുടെ മുകളിൽ മറ്റൊരു കൈപ്പത്തി വയ്ക്കുക. നിങ്ങളുടെ ശിരസ് കൈപ്പത്തികളിന്മേൽ വയ്ക്കുക. ശിരസ് ഇടത്തേക്കോ വലത്തേക്കോ തിരിച്ചു വയ്ക്കാം. കണ്ണുകളടയ്ക്കുക. വിശ്രമിക്കുക. മകരാസനം അഭ്യസിക്കുന്നത് ശരീരത്തിനും മനസ്സിനും വിശ്രാന്തി കൊണ്ടുവരുന്നു. പതുക്കെ കണ്ണു തുറക്കുക.
ഇനി സരൽ ഭുജംഗാസനം ചെയ്യാൻ തുടങ്ങാം. 2 കാലുകളും ചേർത്ത് വയ്ക്കുക. ഉപ്പൂറ്റികൾ ചേർത്ത് വയ്ക്കുക, മുട്ടുകൾ ചേർത്ത് വയ്ക്കുക, കാലുകൾ ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും മുന്നിലേക്ക് നീട്ടിവയ്ക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ രണ്ടും മടക്കുക. 2 കൈപ്പത്തികളും ശിരസിനടുത്ത് വയ്ക്കുക. കൈമുട്ടുകൾ നിലത്തോട് ചേർത്ത് വയ്ക്കുക. ഇനി പതുക്കെ ശ്വാസമെടുത്തുകൊണ്ട് താടിയും നെഞ്ചും നാഭിയുടെ ഭാഗം വരെ പതുക്കെ ഉയർത്തുക. സാധാരണഗതിയിൽ ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ട് ഈ ആസനത്തിൽ തുടരുക. ഈ ആസനം ശ്വസനക്ഷമത വർദ്ധിപ്പിക്കുന്നു, വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കുന്നു, അതുപോലെ കഫത്തിൽ നിന്ന് മുക്തി നൽകുന്നു. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പതുക്കെ സാധാരണ സ്ഥിതിയിലേക്ക് തിരികെ വരിക. ഒരിക്കൽ കൂടി ഈ വ്യായാമം ആവർത്തിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് താടിയും നെഞ്ചും പതുക്കെ ഉയർത്തുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടെ ആസനത്തിൽ തുടരുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാധാരണ സ്ഥിതിയിലേക്ക് വരിക. മകരാസനത്തിൽ വിശ്രമിക്കുക. ഈ ആസനത്തിന്റെ പ്രഭാവം ശരീരത്തിൽ അനുഭവിച്ചറിയുക. ഇനി നമ്മൾ ശവാസനം അഭ്യസിക്കാൻ പോവുകയാണ്. നമുക്ക് മലർന്ന് കിടക്കാം. കൈകളും കാലുകളും തമ്മിൽ ഉചിതമായ ദൂരം പാലിക്കുക. കൈപ്പത്തികൾ ആകാശത്തിലേക്ക് തുറന്നുവെക്കുക. കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. നീണ്ട ദീർഘശ്വാസമെടുക്കുക. പതുക്കെ പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ആഴത്തിലുള്ള ദീർഘശ്വാസമെടുക്കുക. എന്നിട്ട് പതുക്കെ പുറത്തേക്ക് വിടുക. ആഴത്തിലുള്ള നീണ്ട ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. ശരീരത്തിന്റെ ഓരോ അവയവത്തെക്കുറിച്ചും ജാഗരൂകരായിരിക്കുക. അതേസമയം നിശ്ചലരായിരിക്കുക. ഈ ആസനം പിരിമുറുക്കവും ഉത്കണ്ഠയും അകറ്റാൻ ഏറ്റവും നല്ലതാണ്. ഇനി പതുക്കെ ഇടത്തേക്കോ വലത്തേക്കോ തിരിഞ്ഞു കിടക്കുക. കുറച്ചു സമയം ഇതേ അവസ്ഥയിൽ തുടരുക. ഇനി പതുക്കെ കൈകളുടെ സഹായത്തോടെ എഴുന്നേറ്റ് ഇരിക്കുക. നിങ്ങളുടെ നടുവും കഴുത്തും നേരെയാക്കുക. ഏതെങ്കിലും സ്വസ്ഥവും ധ്യാനാത്മകവുമായ സ്ഥിതിയിൽ ഇരിക്കുക. ആസനത്തിൽ 2 കൈകളും ധ്യാനമുദ്രയിലായിരിക്കട്ടെ. ഇനി സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ ചെലുത്തുക. ഇനി മനസ്സിനുള്ളിൽ ഈ ചിന്ത കൊണ്ടുവരിക: എനിക്ക് എപ്പോഴും എന്റെ മനസ്സ് സർവദാ സന്തുലിതമാക്കി വയ്ക്കണം. ഇതിലാണ് എന്റെ ആത്മവികാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ഞാൻ എന്നോടു തന്നെയും എന്റെ കുടുംബത്തോടും എന്റെ ജോലി, സമൂഹം, മുഴുവൻ വിശ്വത്തോടും ശാന്തി, ആനന്ദം, ആരോഗ്യം എന്നിവയുടെ പ്രചരണത്തിന് ബാധ്യസ്ഥയാണ്. ഞാൻ മാനവിക മൂല്യങ്ങൾ പാലിക്കാൻ പ്രതിബദ്ധയാണ്. ഞാൻ രാജ്യത്തിന്റെ വികസനത്തിനായി സമർപ്പിതയാണ്. അതുപോലെ ഏതൊരു പ്രതികൂല അവസ്ഥയിലും നാം ഏവരും ഒന്നായി ഇരിക്കേണ്ടതാണ്. ഇനി ശാന്തി കീർത്തനത്തിനായി നമസ്കാരമുദ്രയിലേക്ക് വരാം.
പതുക്കെ രണ്ട് കൈകളും കണ്ണിനു മുകളിൽ വയ്ക്കുക. ഇനി പതുക്കെ കൈകൾ മാറ്റുക. എന്നിട്ട് കണ്ണുകൾ തുറക്കുക. നിങ്ങളെല്ലാവർക്കും നന്ദി. നിങ്ങളുടെ ദിവസം ശുഭമായിരിക്കട്ടെ. നമസ്കാരം. നമസ്കാരം. യോഗ അപ്രീസിയേഷൻ പ്രോഗ്രാമിലെ രണ്ടാമത്തെ ദിവസത്തിലെ പ്രഭാഷണ വിഭാഗത്തിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദമായ സ്വാഗതം. പ്രഭാഷണ വിഭാഗത്തിലെ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. രണ്ട് കൈകളും നമസ്കാര മുദ്രയിൽ കൂപ്പുക. കണ്ണുകൾ അടയ്ക്കുക. ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. അപ്പോൾ ഇന്നത്തെ പ്രഭാഷണ വിഭാഗത്തിലെ വിഷയമിതാണ്: ആരോഗ്യത്തിനും ക്ഷേമത്തിനുമായി യോഗ അഭ്യാസം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യോഗ ഭാരതീയ സംസ്കാരത്തിന്റെ അമൂല്യ ഉപഹാരമാണ്. മുഴുവൻ വിശ്വത്തിന്റെയും മാനവിക ക്ഷേമത്തിനായി ഭാരതത്തിന്റെ ഉപഹാരമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യോഗയുടെ അന്തിമ ലക്ഷ്യം അതാണ് മോക്ഷം അല്ലെങ്കിൽ നിർവാണ. പക്ഷേ ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ യുഗത്തിൽ മനുഷ്യന്റെ തെറ്റായ ആഹാരക്രമം, പലതരത്തിലുള്ള രോഗങ്ങൾ, മലിനീകരണം എന്നിവ മനുഷ്യന്റെ ജീവിതത്തെ തന്നെ ആക്രമിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ അവസരത്തിൽ ആരോഗ്യത്തിനും ക്ഷേമത്തിനും യോഗയുടെ മഹത്വം കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ്. വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ വരൂ, നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. എങ്ങനെയാണ് യോഗാഭ്യാസം നമ്മെ ക്ഷേമത്തിലേക്കും ആരോഗ്യത്തിലേക്കും കൊണ്ടുവരുന്നതെന്ന്. ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാക്കാം, ആരോഗ്യം എന്നാൽ എന്താണ്. ആരോഗ്യം എന്നാൽ ചിലരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് രോഗം ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥ എന്നാണ്. രോഗമില്ലെങ്കിൽ ആരോഗ്യമുണ്ട്. ഇത് ശരിയല്ല. ലോകാരോഗ്യ സംഘടനയുടെ നിർവചനപ്രകാരം ആർക്കെങ്കിലും ശാരീരിക അസ്വസ്ഥത ഇല്ലെങ്കിൽ മാത്രമല്ല, മാനസികവും സാമൂഹികവുമായ ആരോഗ്യവും ഉള്ളപ്പോഴാണ്, എല്ലാ തരത്തിലുമുള്ള സുഖം അനുഭവിക്കുമ്പോൾ മാത്രമേ അയാളെ ആരോഗ്യവാൻ എന്ന് വിളിക്കാനാകൂ. നിങ്ങൾക്ക് ശാരീരികമായ ഒരസ്വസ്ഥതകളും രോഗങ്ങളും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ തികച്ചും ആരോഗ്യവാന്മാരാണെന്നല്ല. ആരോഗ്യമുണ്ടായിരിക്കുക എന്നാൽ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യവും സുഖവും നിങ്ങൾ അനുഭവിക്കുമ്പോഴാണ്. അല്ലാതെ രോഗം ഇല്ലായ്മ എന്നത് ആരോഗ്യമായി കണക്കാക്കപ്പെടുന്നില്ല. ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതുപോലെ ലോകാരോഗ്യ സംഘടന ഇപ്പോൾ ഇതിലേക്ക് നാലാമതൊരു ഘടകം കൂടി ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് ആധ്യാത്മിക ആരോഗ്യം. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങൾ എന്താണ് ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന്. ആയുർവേദ പ്രകാരം ആരോഗ്യത്തിന്റെ നിർവചനം ഇതാണ്: സംദോഷ് സമാഗ്നിഷ്വേ സംധാതു മൽക്രിയ പ്രസന്നാത്മീയേന്ദ്രിയംന സ്വസ്ഥ ഇത്യഭിത്യതേ. ഒരു മനുഷ്യന്റെ ദോഷങ്ങൾ ബാലൻസ്ഡ് ആയിരിക്കുമ്പോൾ, ദോഷം എന്നാൽ എന്താണ്? വാത, പിത്ത, കഫ, ഇവ ത്രിദോഷങ്ങളാണ്. ഇവ മൂന്നും ബാലൻസ്ഡ് ആയിരിക്കുമ്പോൾ, സമഗ്നി, അതായത് ശരീരത്തിലുള്ള അഗ്നികൾ, അവയും ബാലൻസ്ഡ് ആയിരിക്കുമ്പോൾ, സമമായിരിക്കുമ്പോൾ, സംധാതു മൽക്രിയ, ധാതു രസ്, രക്ത്, മാസ്, മേദ്, അസ്ഥി, മജ്ജ, ശുക്ല, അവ സമമായിരിക്കുമ്പോൾ, അതുപോലെ മൽക്രിയ, അതായത് ശരീരത്തിൽ നിന്ന് മാലിന്യം പുറംതള്ളുന്ന അവസ്ഥ, അതും ശരിയായിരിക്കുമ്പോൾ, അപ്പോഴാണ് ഒരാൾക്ക് ആരോഗ്യമുണ്ടെന്ന് പറയാനാകുക. അതുപോലെ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഒരു വ്യക്തിയുടെ ആത്മം, ഇന്ദ്രിയം, മനം. ഇത് പ്രസന്ന അവസ്ഥയിലായിരിക്കണം. അതായത് മനുഷ്യൻ പൂർണ്ണമായും ഇന്ദ്രിയങ്ങളിലൂടെ, അവന്റെ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായും കൺട്രോൾഡ് ആയിരിക്കണം, സന്തുഷ്ടനും പ്രസന്നനുമായിരിക്കണം. അപ്പോഴാണ് ഒരാൾ ആരോഗ്യവാനാണെന്ന് നമുക്ക് പറയാൻ കഴിയുക. ഇപ്പോൾ യോഗപ്രകാരം യോഗയുടെ അന്തിമ ലക്ഷ്യം മോക്ഷമാണ്. യോഗ നമ്മുടെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും, ഭൗതികവും ദൈവികവും ആധ്യാത്മികവുമായ എല്ലാ ദുഃഖങ്ങളെയും തീർക്കുന്നു. അതുപോലെ അതിന്റെ മൂലകാരണം, അതായത് അജ്ഞാനം, അവിദ്യ, അതിനെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ യോഗ എന്നാൽ നമ്മുടെ അവിദ്യയെ അവസാനിപ്പിച്ച് നമ്മുടെ 3 തരത്തിലുള്ള ദുഃഖങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ദുഃഖങ്ങൾ, അതായത് ഭൗതികവും ദൈവികവും ആധ്യാത്മികവുമായ ദുഃഖങ്ങൾ, അവയെയെല്ലാം അവസാനിപ്പിച്ച് അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്കൊരു ഹാർമണി, സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഭാവത്തിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കും.
അപ്പോൾ ഇതാണ് ആരോഗ്യം. അപ്പോൾ യോഗ പറയുന്നത് പ്രകാരം ജീവിതത്തിൽ അസുഖങ്ങളില്ല എന്നത് ആരോഗ്യകരമാകുക എന്നതിനർത്ഥമല്ല, അതിനോടൊപ്പം തന്നെ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നതാണ് ആരോഗ്യകരം. അപ്പോൾ യോഗ പറയുന്നത് പ്രകാരം ജീവിതത്തിൽ ദുഃഖങ്ങളില്ലാതിരിക്കുക എന്നതാണ് ആരോഗ്യകരം. ദുഃഖത്തിന്റെ മൂലകാരണം അവിദ്യയാണ്, അത് അവസാനിക്കുക എന്നതാണ് ആരോഗ്യകരം. അവിദ്യയാണ് എല്ലാ ദുഃഖത്തിനും കാരണം. അവയെല്ലാം നശിച്ചു കഴിയുമ്പോഴാണ് മനുഷ്യന് ഹാർമണിയിലേക്ക് നടന്നെടുക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ മോക്ഷത്തിലേക്ക് എത്തുക എന്നാൽ അവിദ്യയെ നശിപ്പിച്ച് ദുഃഖത്തെ നശിപ്പിച്ച് ഒരു മനുഷ്യൻ ആരോഗ്യത്തിലേക്ക് അടുക്കുമ്പോഴാണ്. ഒരാൾ പണമുണ്ടാക്കുന്നതിന് പിന്നാലെയാണെങ്കിൽ, അല്ലെങ്കിൽ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ തൽപരനാണെങ്കിൽ, ഒരാൾ ലൗകിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ തൽപരനാണെങ്കിൽ അയാൾ ആരോഗ്യവാനാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് മാനസികമായി അയാൾ ആരോഗ്യവാനല്ല. അതായത് അയാളുടെ ഉള്ളിൽ ഇപ്പോഴും അവിദ്യ ഉണ്ടെന്നാണ് അർത്ഥം. അയാളുടെ ഉള്ളിൽ ഇച്ഛകളുണ്ട്, അയാൾക്ക് അഭിലാഷങ്ങളുണ്ട്. അതായത് അയാളുടെ ജീവിതത്തിൽ ദുഃഖമുണ്ട്. ദുഃഖം എന്തുകൊണ്ടാണ് വരുന്നത്? അത് മനുഷ്യന്റെ അഭിലാഷങ്ങളുടെയും ഇച്ഛകളുടെയും അന്തിമഫലമാണ്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഇച്ഛകളും അഭിലാഷങ്ങളുമില്ലെങ്കിൽ അയാൾക്കൊരു ദുഃഖവും ഉണ്ടാകില്ല. നിങ്ങളുടെ ഉള്ളിൽ ഇച്ഛകളും അഭിലാഷങ്ങളും ഉള്ളപ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാകൂ. അയാൾ മോക്ഷത്തിലേക്ക് അടുക്കുവാൻ സാധിക്കുകയുമില്ല. ദുഃഖമുള്ളിടത്തോളം അയാൾക്ക് ശാരീരിക രോഗങ്ങളുമുണ്ടാകും, അയാൾക്ക് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുമുണ്ടാകും, സാമൂഹിക പ്രശ്നങ്ങളും അയാൾക്കുണ്ടാകും. അതുകൊണ്ട് യോഗയിലൂടെ അജ്ഞാനം അവസാനിപ്പിക്കുക എന്നത്, അങ്ങനെ കൂടുതൽ ഹാർമണി ഉണ്ടാവുക, അത് നമ്മളെ മോക്ഷത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്നതാണ് ആരോഗ്യം. ഇനി ക്ഷേമം എന്നാൽ എന്താണ്? വെൽനെസ് എന്നാൽ എന്താണ്? ഇതൊരു ജീവിതശൈലിയാണ്. ഇതിലൂടെ ഒരു വ്യക്തിയുടെ എല്ലാ വശങ്ങളെയും എല്ലാ തലങ്ങളെയും സന്തുലിതമാക്കാൻ കഴിയണം. ശാരീരികമായി നിങ്ങൾക്ക് സുഖം അനുഭവിക്കുമ്പോഴാണ് അതുണ്ടാകുന്നത്. അതുപോലെ ഭാവനാത്മകമായ രീതിയിലും സാമൂഹികമായി നിങ്ങൾക്ക് സാമൂഹികമായി നല്ല ബന്ധങ്ങളുള്ളപ്പോൾ, വ്യാവസായികമായി നിങ്ങൾ സുരക്ഷിതരായിരിക്കുമ്പോൾ, നിങ്ങൾ ആത്മീയമായി കൂടുതൽ ഉന്നതിയിലേക്ക് അടുക്കുമ്പോൾ, നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു ജീവിതമാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്ഷേമത്തിന്റെ പഥത്തിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആരോഗ്യത്തിനും ക്ഷേമത്തിനുമായി യോഗാഭ്യാസം. ഇവിടെ യോഗയിൽ ആഹാരം, വിഹാരം, ആചാരം, വിചാരം, വ്യവഹാരം എന്നിവയുണ്ട്. നമ്മുടെ ആഹാരം എങ്ങനെയായിരിക്കണം? നമുക്ക് മിതാഹാരം പാലിക്കേണ്ടതാണ്. നല്ല ആഹാരം കൃത്യസമയത്ത് നമ്മൾ എടുക്കേണ്ടതാണ്. അവ ഗുണമേന്മയുള്ളതുമായിരിക്കണം. നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിന് പോഷകമായി മാറണം. നമ്മുടെ വിഹാരം എങ്ങനെയായിരിക്കണം? നമ്മൾ എപ്പോഴും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തണം. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ പലപ്പോഴും ആളുകൾ അവരവരുടെ തിരക്കുകളിൽപ്പെട്ട് ജീവിക്കാൻ മറന്നുപോകുന്നു. ഉണ്ടാക്കാനും ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യാനും അവനവന് വേണ്ടിയും കുറച്ച് സമയം കണ്ടെത്തണം. ഇന്നത്തെ മനുഷ്യർക്ക് അവനവനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. എന്റെ ജീവിതത്തിന്റെ അർത്ഥമെന്താണ്? എന്റെ ജനനം എന്തിനു വേണ്ടിയായിരുന്നു? അപ്പോൾ അവനവന് വേണ്ടിയും കുറച്ച് സമയം മാറ്റിവെക്കൂ. അതുപോലെ നമ്മൾക്കിഷ്ടമുള്ള എന്തെങ്കിലും കാര്യം, ഉദാഹരണത്തിന് ഇപ്പോൾ പെയിന്റിംഗ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ, ഇപ്പോൾ ഡാൻസ് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ സംഗീതം ഇഷ്ടമാണെങ്കിൽ, അങ്ങനെ ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ സമയം കണ്ടെത്തണം. ആചാരം, ഒരു നല്ല ആചാരമുണ്ടായിരിക്കണം, വിചാരമുണ്ടായിരിക്കണം. വ്യവഹാർ, ഒരു പ്രോപ്പർ വേ ഓഫ് കോണ്ടക്ട് ഉണ്ടായിരിക്കണം. ഒരു പോസിറ്റീവ് തിങ്കിംഗ് ഉണ്ടായിരിക്കണം. നെഗറ്റീവ് ആകാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ വിചാരങ്ങൾ ശുദ്ധവും പോസിറ്റീവുമായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് നല്ല പ്രേരണയുമായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ വിചാരം പ്രോപ്പറായിരിക്കണം, ആഹാരം പ്രോപ്പറായിരിക്കണം, വിഹാരം പ്രോപ്പറായിരിക്കണം. യോഗയിലൂടെ കൂടുതൽ ആരോഗ്യത്തിലേക്കും കൂടുതൽ ക്ഷേമത്തിലേക്കും നമുക്ക് എത്തുവാൻ സാധിക്കും. ഇനി ആരോഗ്യത്തിനും ക്ഷേമത്തിനും യോഗയിൽ ചില ആവശ്യകതകളുണ്ട്. ഇതിനോടകം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ യോഗയിൽ ആസനം ചെയ്യണം, പ്രാണായാമം ചെയ്യണം, നമ്മൾ ധ്യാനവും ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതിനായി ചില പ്രീ റിക്വിസിറ്റ് പ്രാക്ടീസസുമുണ്ട്. ആദ്യം നമ്മൾ യം, നിയം എന്നിവ ഫോളോ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ അഹിംസ, സത്യ, അസ്തേയ, ബ്രഹ്മചര്യ, അപരിഗ്രഹ എന്നിവ ഫോളോ ചെയ്യേണ്ടതാണ്. നിയമം, അതായത് ശോച്, തപ്, സന്തോഷ്, സ്വാധ്യായ്, ഈശ്വരപരിതാം, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആസനം ചെയ്യാൻ കഴിയൂ. അപ്പോൾ മാത്രമേ നമുക്ക് പ്രാണായാമവും ചെയ്യാൻ കഴിയൂ. അതായത് നമ്മൾ യം, നിയം എന്നിവ പാലിക്കുന്നില്ലെങ്കിൽ, നമ്മൾ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ, നമ്മൾ സത്യം പറയുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നില്ല, നമുക്ക് തപസ് ചെയ്യാൻ കഴിയുന്നില്ല, നമ്മൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, സ്വാധ്യായം ചെയ്യുന്നില്ല, നമുക്ക് ഈശ്വരനിൽ സ്വയം സമർപ്പിക്കാൻ കഴിയുന്നില്ല, നാം ഈശ്വർ പരിധാൻ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ആസനം ചെയ്താലും അതിൽ നിന്ന് ഒരു ഗുണവും ലഭിക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യം യം ചെയ്യണം, പിന്നെ നിയമം, അതിനുശേഷമാണ് ആസനം ചെയ്യേണ്ടത്. അപ്പോൾ ഇവയാണ് പ്രീ റിക്വിസിറ്റ്സ്. യോഗ ചെയ്യുന്നതിന് മുമ്പ് ഇവ പാലിച്ചാൽ മാത്രമേ നമുക്കതിന്റെ പൂർണ്ണ ഗുണം ലഭിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ ആസനം മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾ ആസനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു, മറ്റുള്ളവരോട് നുണ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് അല്ലെങ്കിൽ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ തൽപരരാണെങ്കിൽ നിങ്ങൾക്ക് യോഗയിൽ നിന്ന് ഒരു ഗുണവും ലഭിക്കില്ല. അതുകൊണ്ട് യം നിയമം പാലിക്കണം. അതുപോലെ യുക്താഹാരവും കഴിക്കണം. അതായത് നിങ്ങൾ മോഡറേറ്റായി മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. യുക്താഹാരം എന്നാൽ നല്ല ഭക്ഷണം മിതമായ അളവിൽ കഴിക്കുക എന്നതാണ്. മിതാഹാരം എന്നാൽ, മിതാഹാരത്തെക്കുറിച്ച് നമുക്കിപ്പോൾ സംസാരിക്കാം, യുക്തമായ കർമ്മം ചെയ്യുക എന്നതാണ്.
കർമ്മം എങ്ങനെയായിരിക്കണം? കർമ്മം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈശ്വരനോടുള്ള നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിങ്ങൾ നിസ്വാർത്ഥമായി ചെയ്യുക എന്നതുവഴിയാണ്. നിങ്ങൾ പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുക. കർമ്മം ചെയ്യുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ജോലി. കർമ്മം ചെയ്യുന്നത് മാത്രമാണ് നിങ്ങളുടെ കർത്തവ്യം. പ്രതിഫലം നിങ്ങൾ ഭഗവാന് തന്നെ വിട്ടുകൊടുത്തേക്കുക. ചെയ്ത കർമ്മത്തിന് ഉചിതമായ പ്രതിഫലം ദൈവം തരുന്നതാണ്. അതുകൊണ്ട് യുക്തമായ കർമ്മം ചെയ്യുക. അതുപോലെ യുക്താഹാരം മോഡറേറ്റ്ലി കഴിക്കുക. എന്താണെങ്കിലും ഭക്ഷണം കഴിക്കേണ്ടത് സ്വാദിനു വേണ്ടി മാത്രമല്ല, അത് നിങ്ങളുടെ ശരീരത്തിന് പോഷകവും നൽകേണ്ടതാണ്. നിയമം പാലിക്കുക. അതുപോലെ മിതാഹാരവും പാലിക്കുക. മിതാഹാരം എന്നാൽ എന്താണ്? മിതാഹാരം യോഗയിൽ പറഞ്ഞിരിക്കുന്നത് സുസ്നിഗ്ധ മധുരാഹാർ ചതുർത്ഥാവിവർജിത് ഭുജ്യത്തെ ശിവസംപ്രീതിയെ മിതാഹാർ സ ഉച്ചത്തെ എന്നാണ്. അതായത് നമ്മുടെ ആഹാരം സ്നിഗ്ധമായിരിക്കണം, മധുരമായിരിക്കണം. അതുപോലെ നമ്മുടെ വയറിലെ 1/4 ഭാഗം വായുസഞ്ചാരത്തിനായി ഒഴിച്ചിടേണ്ടതാണ്. ഭുജത്തെ ശിവ് സംപ്രീത്തെ മിതാഹാർ സ ഉച്ചത്തെ. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയെന്നാൽ ശിവന് അർപ്പിക്കുന്ന ഒരു കാഴ്ചയായിട്ടാണ്, അല്ലാതെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയല്ല എന്ന ഭാവത്തോടെയായിരിക്കണം കഴിക്കേണ്ടത്. നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും ദൈവിക ഗുണങ്ങളുണ്ട്. നമ്മൾ എന്തു തന്നെ കഴിച്ചാലും അതിൽ ദൈവിക ഗുണങ്ങളുണ്ട്. നമ്മൾ ഈ ഭക്ഷണം ആർക്കു കൊടുത്താലും നമ്മളത് കഴിക്കുമ്പോഴും അത് നമ്മുടെ ഉള്ളിൽ ഈശ്വരനായി തന്നെയാണ് വരുന്നത്. നമ്മൾ ഈശ്വരന് പുഷ്പം അർപ്പിക്കുമ്പോൾ അതെപ്പോഴും ഫ്രഷ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും എപ്പോഴും ഫ്രഷ് ആയിരിക്കണം. അതിന് ഗുണമേന്മയുണ്ടായിരിക്കണം. നമ്മൾ കഴിക്കേണ്ട അത്രയും അളവിൽ മാത്രമേ നമ്മളത് കഴിക്കുകയും ചെയ്യാവൂ. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായിരിക്കേണ്ടതും വളരെ പ്രധാനമാണ്. നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതാണ്. ചില ആളുകൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനേ താൽപ്പര്യപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അസ്വസ്ഥമായിരിക്കുമ്പോഴോ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ദഹനരസങ്ങൾ അത് ശരിയായി പുറപ്പെടുവിക്കുന്നില്ല. ആ ഭക്ഷണം ദഹിക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായിരിക്കണം. അതുപോലെ കഴിക്കുന്ന അളവും കൃത്യമായിരിക്കണം. അതുപോലെ കഴിക്കുന്ന ആഹാരം നിങ്ങൾക്ക് പോഷകമായി മാറാൻ കഴിവുള്ളതായിരിക്കണം. അത് നിങ്ങളുടെ രോഗം മാറ്റുകയും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുകയും നിങ്ങളുടെ രോഗപ്രതിരോധശേഷി കൂട്ടുന്നതുമായിരിക്കണം. നിങ്ങളുടെ ശരീരത്തിന്റെ അഭിവൃദ്ധിക്കുള്ള ഗുണങ്ങൾ അതിലുണ്ടായിരിക്കണം. നിങ്ങളുടെ മാനസിക ശക്തി കൂട്ടുന്നതായിരിക്കണം. അതുപോലെ അതിന്റെ അളവ് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടത്ര അളവിലായിരിക്കണം. ഞാൻ നിങ്ങളോട് മുൻപേ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ആസനങ്ങൾ ചെയ്യുന്നതിനു മുൻപ് നിങ്ങൾ ചില ക്രിയകൾ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ചില പ്രീ റിക്വസിറ്റ്സ് ഇതിനുണ്ട്. ഉദാഹരണത്തിന് നിയമം എന്നിവ ഫോളോ ചെയ്യണം. ഉദാഹരണത്തിന് ഹഠയോഗയിൽ ഷഡ്ക്രമം ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് നമ്മൾ എന്നും രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ കുളിക്കുന്നു, നമ്മൾ മന്ദിർ അല്ലെങ്കിൽ ഗുരുദ്വാരയിൽ പോകുന്നു. അവിടെയുള്ള കുളങ്ങളിൽ കുളിച്ച ശേഷമേ നമ്മൾ ഈശ്വരനെ ദർശിക്കാറുള്ളൂ. അതുപോലെ നമ്മുടെ ശരീരത്തെ ആന്തരികമായും ശുദ്ധി ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. നമ്മൾ യോഗയ്ക്ക് വേണ്ടി പൂർണ്ണമായും തയ്യാറാവുകയുള്ളൂ. നിങ്ങൾക്കിവിടെ കാണാവുന്നതുപോലെ ജൽനീതി, സൂത്രനീതി എന്നിവയെല്ലാം നമ്മുടെ കഴുത്തിനു മുകളിൽ, അതായത് ENT വിഭാഗങ്ങളിലുള്ള എല്ലാത്തരം രോഗങ്ങളും സുഖപ്പെടുവാൻ ഉപകാരപ്രദമാണ്. ഉദാഹരണത്തിന് സൈനസൈറ്റിസ് അല്ലെങ്കിൽ അലർജിക് റെനസൈറ്റിസ്, ഇത്തരം രോഗങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ ത്രാട്ടക് അഭ്യാസ് കോൺസെൻട്രേഷൻ കൂടുതൽ മെച്ചപ്പെടുത്താൻ വളരെ ഉപകാരപ്രദമാണ്. നിങ്ങൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ത്രാട്ടക് വളരെ ഉപകാരപ്രദമായ ഒരു അഭ്യാസമാണ്. കാരണം ഇതിലൂടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു സ്ഥലത്ത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ധ്യാനിക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. അതുകൊണ്ട് ധ്യാനിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മനസ്സ് ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിക്കാൻ നമ്മൾക്ക് കഴിയണം. അതിന് ത്രാട്ടക് അഭ്യാസ് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ കപാൽഭാതി കഫവുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും വളരെ ഉപകാരപ്രദമാണ്. ഇത് കഫവുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും ദൂരെ അകറ്റുന്നു. അതുപോലെ വസ്ത്രധോത്തി, ഇത് നമ്മുടെ ദഹനക്രിയയുമായി ബന്ധപ്പെട്ട പല അസുഖങ്ങളും ദൂരെ അകറ്റാൻ സഹായിക്കുന്നു. അതായത് ആർക്കെങ്കിലും ദഹനക്കുറവ് അല്ലെങ്കിൽ ഇൻഡൈജഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ അഭ്യാസം വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ യോഗയിൽ ശിഥിലീകരണ അഭ്യാസങ്ങളും വളരെ പ്രധാനമാണ്. അവയിലെ ചില അഭ്യാസങ്ങൾ നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷനിൽ ഞങ്ങൾ നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അവയിൽ ചിലതാണ് ഗ്രീവാചാലൻക്രിയകൾ, കട്ടിചാലൻക്രിയകൾ, മുട്ട് ചലനക്രിയകൾ, അതുപോലെ സ്കന്ധചലനക്രിയകൾ. ഇവയെല്ലാം ഇതിൽപ്പെടുന്നവയാണ്. ഈ ക്രിയകളെല്ലാം നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ രക്തചംക്രമണം കൂടുതലാക്കുവാൻ സഹായിക്കുന്നവയാണ്. നിങ്ങളുടെ ജോയിന്റുകളുടെ റേഞ്ച് ഓഫ് മൂവ്മെന്റ്സിനെ ഇത് മെച്ചപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ ക്രിയകൾക്കെല്ലാം വളരെ പ്രാധാന്യമുണ്ട്. ആസനങ്ങൾ ചെയ്യുന്നതിനു മുൻപ് ഈ ശിഥിലീകരണ ക്രിയകൾ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഭാരതീയ സംസ്കാരത്തിൽ സൂര്യദേവനെ ആരാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലരും രാവിലെ എഴുന്നേറ്റ് സൂര്യന് ജലമർപ്പിക്കുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം. സൂര്യൻ നമുക്ക് ജീവൻ ശക്തി പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ബുദ്ധിയെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നു. സൂര്യൻ നമുക്ക് കൂടുതൽ ആയുസ് നൽകുന്നു. നമ്മൾ സൂര്യനോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് ശക്തി തരുവാനും നമ്മുടെ ജീവിതത്തിൽ പ്രകാശം തരുവാനും സൂര്യനോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. സൂര്യൻ നമസ്കാരം എന്ന അഭ്യാസത്തിലൂടെ നമ്മൾ ഒരു തരത്തിൽ സൂര്യനോട് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. കാരണം സൂര്യദേവനാണ് നമുക്ക് പ്രകാശം നൽകുന്നത്. അതുവഴിയാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത്. അതുപോലെ സൂര്യൻ നമുക്ക് ജീവൻ, ശക്തി, ബുദ്ധി, തെളിച്ചം, ദീർഘായുസ് എന്നിവ കൂടി നൽകുന്നു.
അതുകൊണ്ട് സൂര്യനമസ്കാരവും യോഗയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. യോഗാസനത്തിൽ നിരവധി ആസനങ്ങളുണ്ട്. ഇവ നമ്മുടെ ശിരസ്സിനും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നവയാണ്. ഇവയിൽ ചിലതാണ് ധനുരാസനം, ഗോമുഖാസനം, അർദ്ധ മത്സ്യേന്ദ്രാസൻ, ത്രികോണാസൻ, ഭദ്രാസൻ, പശ്ചിമോത്ഥാനാസൻ. ഇവ രോഗങ്ങളെ അകറ്റുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിന് ലൈറ്റ്നെസ് അല്ലെങ്കിൽ ലാഘവത്വവും തരുന്നു. അതുപോലെ നമുക്ക് പ്രാണായാമത്തെക്കുറിച്ച് പറഞ്ഞാൽ പ്രാണായാമവും നമ്മുടെ ശരീരത്തിൽ ലൈറ്റ്നസ് കൊണ്ടുവരുന്നു. അതുപോലെ പ്രാണായാമം നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വളരെ ഉപകാരപ്രദമാണ്. പ്രാണായാമം ചെയ്യുന്നത് വഴി നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതായത് നിങ്ങൾ ശ്വാസം റെഗുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സും അതിലൂടെ റെഗുലേറ്റ് ആകും. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബന്ധിനെക്കുറിച്ചാണ്. ജാലന്ധർ ബന്ധ്, ഉഡ്ഡിയാൻ ബന്ധ്, ത്രിബന്ധ് എന്നിവയാണ് ഇവയിലെ ചില അഭ്യാസങ്ങൾ. എന്നാൽ പ്രാണങ്ങളെ നമ്മുടെ ശരീരത്തിൽ പലയിടത്തായിട്ട് നിർത്തുക എന്നതാണ്. ഇത് സുഷുമ്ന നാഡിയിലേക്ക് നമ്മുടെ എല്ലാ പ്രാണങ്ങളെയും വീണ്ടും നിയന്ത്രിക്കുക അല്ലെങ്കിൽ വീണ്ടും ദിശ തിരിക്കുക എന്നതാണ്. ഇതിലൂടെ വ്യക്തിയുടെ ആധ്യാത്മിക ഉണർവും സംഭവിക്കുന്നു. ഇനി മുദ്രകൾ. ഇത് നമ്മുടെ ശരീരത്തിൽ സ്ഥിരത കൊണ്ടുവരുന്നവയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതുപോലെ കാക്കി മുദ്ര, യോഗമുദ്ര, സിംഹമുദ്ര, ഷൺമുഖി മുദ്ര, വിപരീത് കാരണി മുദ്ര എന്നിവയാണ്. ഇനി നമുക്ക് ധ്യാനത്തെക്കുറിച്ച് സംസാരിക്കാം. ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിക്കുക എന്നതാണ് ധ്യാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് സുഖാസനം, പദ്മാസൻ, ജ്ഞാൻ മുദ്ര, സിദ്ധാസനം, വജ്രാസനം, പദ്മാസനം എന്നിവയാണ് ധ്യാനത്തിന്റെ ചില മുദ്രകൾ അല്ലെങ്കിൽ അവസ്ഥകൾ. ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള പോസ്റ്ററുകളിൽ നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് ധ്യാനമുദ്രയിൽ നിങ്ങളുടെ കൈകൾ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ധ്യാനിക്കാവുന്നതാണ്. ഈ പോസ്റ്ററുകളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങൾക്ക് ധ്യാനത്തിലേക്ക് പോകാവുന്നതാണ്. ഇപ്പോൾ ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? അയാളുടെ ശരീരം സക്രിയമായിരിക്കും അല്ലെങ്കിൽ ആക്റ്റീവായിരിക്കും, ഫ്ലെക്സിബിളായിരിക്കും അല്ലെങ്കിൽ വഴക്കമുള്ളതായിരിക്കും. അയാളുടെ മനസ്സ് ശാന്തമായിരിക്കും, അയാളുടെ ചിന്തകൾ പോസിറ്റീവായിരിക്കും, അയാളുടെ ഭാവനകളിൽ, അയാളുടെ ചിന്തകളിൽ അല്ലെങ്കിൽ കൽപ്പനകളെക്കുറിച്ച് അയാൾക്ക് നിയന്ത്രണങ്ങളുണ്ടായിരിക്കും, അയാൾക്ക് എപ്പോഴും ആനന്ദകരമായ ഒരു പ്രസന്നഭാവമുണ്ടായിരിക്കും, അയാൾക്ക് ജീവിതത്തോട് പോസിറ്റീവായൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. അയാളുടെ ജീവിതത്തിൽ എന്തുതന്നെ സംഭവിച്ചാലും അയാൾ ഈശ്വരനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഒരിക്കലും മനസ്സ് തളരാതെ ഇരിക്കാൻ കഴിയും. ഇതാണ് യോഗസാധകനായ ഒരു വ്യക്തിയുടെ സവിശേഷതകൾ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് യോഗ ചെയ്യുന്നത് വഴി നേടാൻ കഴിയും. നിങ്ങൾ ജീവിതത്തിൽ നിയം കൃത്യമായി ഫോളോ ചെയ്താൽ, അതുപോലെ നിങ്ങൾ നിങ്ങൾ ഷഡ്കർമ്മം ചെയ്ത് ഉള്ളിൽ നിന്ന് നിങ്ങൾ ശുദ്ധി ചെയ്താൽ, യുക്താഹാരവും മിതാഹാരവും കഴിച്ചാൽ, ഉചിതമായ കർമ്മം ചെയ്താൽ, നിങ്ങൾ നല്ല കർമ്മം ചെയ്താൽ, പ്രതിഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്താൽ, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഹാർ, വിഹാർ, ആചാർ, വിചാർ, വ്യവഹാർ എന്നിവ പാലിച്ചു പോരുകയാണെങ്കിൽ, അതിനുശേഷം പതുക്കെ നിങ്ങൾ ധ്യാനത്തിലേക്ക് കൂടി പോയാൽ, അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ആരോഗ്യവും ക്ഷേമവും നേടുവാൻ സാധിക്കും. ഇന്നത്തെ ഈ പ്രഭാഷണ സെക്ഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തേക്ക് ഇത്രമാത്രം. നന്ദി.